എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യയുടെ ഭരണഘടന നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള പഠിച്ചിട്ടുള്ള ഒന്നാണ്. പക്ഷേ എങ്ങനെയാണ് ഈ നിയമപുസ്തകം എഴുതപ്പെട്ടത്, അതിന്റെ പിന്നിലെ കഥയെന്താണ്? അതാണ് നമ്മളിന്ന് വിശദമായി നോക്കാൻ പോകുന്നത്. ഇത് വെറുമൊരു നിയമനിർമ്മാണത്തിന്റെ കഥയല്ല, മറിച്ച് ഒരു പുതിയ രാഷ്ട്രം അതിന്റെ ആത്മാവിനെ കണ്ടെത്താൻ നടത്തിയ ഒരു വലിയ യാത്രയുടെ കഥയാണ്. അപ്പോൾ നമുക്കീ ഒരു അടിസ്ഥാന ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? ഒരു പുതിയ രാജ്യമുണ്ടാകുമ്പോൾ അതിന്റെ നിയമങ്ങൾ ആരെഴുതണം? പുറത്തുനിന്നുള്ളൊരു ശക്തിയാണോ, അതോ ആ രാജ്യത്തെ ജനങ്ങൾ തന്നെയാണോ? ഈ ഒരു ചോദ്യമായിരുന്നു പതിറ്റാണ്ടുകളോളം ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരത്തിന്റെ കേന്ദ്രബിന്ദു. ഇതിനുള്ള ഉത്തരം കണ്ടെത്താനുള്ള ശ്രമമായിരുന്നു സത്യത്തിൽ ഭരണഘടനാ നിർമ്മാണം. ഒരു വലിയ കൊടുങ്കാറ്റ് തുടങ്ങുന്നത് ഒരു ചെറിയ കാറ്റിൽ നിന്നാണെന്ന് പറയുന്നത് പോലെ, ഇന്ത്യയ്ക്ക് സ്വന്തമായൊരു ഭരണഘടന വേണം എന്ന ആശയം പെട്ടെന്നൊരു ദിവസം പൊട്ടിമുളച്ചതല്ല. പതിറ്റാണ്ടുകൾ നീണ്ട ഒരു ചിന്തയുടെയും പ്രയത്നത്തിന്റെയും ഫലമാണത്. അതിന്റെ വ്യക്തമായൊരു തുടക്കം നമുക്ക് 1934 കാണാൻ പറ്റും. ശരി, അപ്പോൾ നമുക്കിതിന്റെ ആദ്യഘട്ടത്തിലേക്ക് കടക്കാം. ഇന്ത്യക്കാർക്ക് വേണ്ടി ഇന്ത്യക്കാർ തന്നെ ഭരണഘടന ഉണ്ടാക്കണം എന്ന ആ ചിന്ത എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ആശയത്തിൽ നിന്ന് ഒരു രാജ്യത്തിന്റെ മുഴുവൻ ആവശ്യമായി മാറിയത്? നമുക്ക് നോക്കാം. 1934 ഇതിന്റെ തുടക്കം. എൻ റോയ് എന്ന ദീർഘദർശി, അദ്ദേഹമാണ് ആദ്യമായി ഈ തീപ്പൊരിക്ക് തിരികൊളുത്തിയത്. അക്കാലത്ത് പലരും ബ്രിട്ടീഷുകാരിൽ നിന്ന് കൂടുതൽ അധികാരങ്ങൾ ചോദിച്ചു വാങ്ങുന്നതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ റോയ് ഒരു പടി കൂടി കടന്നു ചിന്തിച്ചു. ഇന്ത്യയുടെ ഭാവി ഇന്ത്യക്കാർ തന്നെ തീരുമാനിക്കണം. അതിനായി പുറത്തുനിന്നുള്ള യാതൊരു ഇടപെടലുമില്ലാത്ത ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണം. അതായിരുന്നു അദ്ദേഹത്തിന്റെ വിപ്ലവകരമായ ആശയം. കണ്ടോ, റോയിയുടെ ആ ആശയം എത്ര പെട്ടെന്നാണ് ആളിക്കത്തിയതെന്ന്. വെറും ഒരു വർഷം കഴിഞ്ഞപ്പോൾ 1935 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അത് ഔദ്യോഗികമായി ഏറ്റെടുത്തു. അതോടെ അതൊരു വ്യക്തിയുടെ സ്വപ്നമല്ലാതായി, രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആവശ്യമായി മാറി. 1938 ജവഹർലാൽ നെഹ്റു ഇത് വെറുമൊരു ആവശ്യമല്ല, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് തറപ്പിച്ചു പറഞ്ഞു. നെഹ്റുവിന്റെ ഈ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ഇതൊരു വെറും പ്രസ്താവനയല്ല, വളരെ വ്യക്തമായ ചില നിബന്ധനകളാണ്. 1. പുറത്തുനിന്ന് ആരും ഇടപെടാൻ പാടില്ല. 2. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സഭയായിരിക്കണം. എങ്ങനെ തിരഞ്ഞെടുക്കണം? പ്രായപൂർത്തിയായ എല്ലാ ഇന്ത്യക്കാരും വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കണം. ഇതായിരുന്നു ഇന്ത്യയുടെ ഉറച്ച നിലപാട്. ഇതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരുന്നില്ല. ഓക്കെ, അപ്പോ ആവശ്യം ഉന്നയിച്ചു. പക്ഷേ ബ്രിട്ടീഷുകാരത് കേട്ടപാടെ സമ്മതിച്ചു കൊടുത്തോ? ഇല്ല. ആ അംഗീകാരം നേടിയെടുക്കാൻ പിന്നെയും നീണ്ട ചർച്ചകളും പോരാട്ടങ്ങളും വേണ്ടിവന്നു. അതാണ് നമ്മുടെ അടുത്ത ഭാഗം. ഈ ടൈം ലൈൻ നോക്കൂ. രണ്ടാം ലോക മഹായുദ്ധം നടക്കുകയാണ്. ഇന്ത്യയുടെ സഹായം ബ്രിട്ടൻ അത്യാവശ്യമാണ്. അങ്ങനെ 1940 ഓഗസ്റ്റ് ഓഫറിലൂടെ അവർ നമ്മുടെ ആവശ്യം തത്വത്തിൽ അംഗീകരിച്ചു. പക്ഷേ അതൊരു വാക്കു മാത്രമായിരുന്നു. അത് യാഥാർത്ഥ്യമാക്കാൻ പിന്നെയും 6 വർഷമെടുത്തു. 1942 ക്രിപ്സ് മിഷൻ വന്നു, പക്ഷേ അത് പരാജയപ്പെട്ടു. ഒടുവിൽ 1946 ക്യാബിനറ്റ് മിഷൻ വന്നതോടെയാണ് കാര്യങ്ങൾക്കൊരു തീരുമാനമായത്. അപ്പോൾ എന്തുകൊണ്ടാണ് ക്രിപ്സ് മിഷൻ പരാജയപ്പെട്ടത്? കാരണം വളരെ ലളിതമായിരുന്നു. ബ്രിട്ടീഷുകാർ മുന്നോട്ട് വെച്ചത് ഒറ്റ ഇന്ത്യയ്ക്ക് ഒറ്റ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയമാണ്. എന്നാൽ അപ്പോഴേക്കും ഇന്ത്യയിലെ രാഷ്ട്രീയാന്തരീക്ഷമാകെ മാറിയിരുന്നു. മുസ്ലിം ലീഗ് ഇന്ത്യയെ വിഭജിച്ച് പാകിസ്ഥാൻ എന്നൊരു പുതിയ രാജ്യം വേണമെന്ന കടുത്ത നിലപാടിലായിരുന്നു. അതുകൊണ്ടവർക്ക് 2 രാജ്യങ്ങൾക്കായി 2 ഭരണഘടനാ നിർമ്മാണ സഭകൾ വേണമായിരുന്നു. ഈ ഒരു കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പുണ്ടാക്കാൻ കഴിയാതെ വന്നതോടെ ക്രിപ്സ് മിഷൻ പരാജയപ്പെട്ടു. അങ്ങനെ വഴിമുട്ടി നിന്ന ചർച്ചകൾക്കൊടുവിൽ ക്യാബിനറ്റ് മിഷൻ ഒരു പരിഹാരം കണ്ടെത്തി. അവർ മുസ്ലിം ലീഗിന്റെ 2 സഭകൾ എന്ന ആവശ്യം അംഗീകരിച്ചില്ല. പകരം മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന ഒരു ഫോർമുല മുന്നോട്ടുവെച്ചു. ഇതെല്ലാവരെയും പൂർണ്ണമായി തൃപ്തിപ്പെടുത്തിയില്ലെങ്കിലും മുന്നോട്ടു പോകാനുള്ള ഒരു വഴി തുറന്നു തന്നു. ഇനിയാണ് നമ്മളിതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നത്. ഈ ക്യാബിനറ്റ് മിഷൻ പദ്ധതി അനുസരിച്ച് ഭരണഘടനാ നിർമ്മാണ സഭ എങ്ങനെയായിരിക്കണം, അതിന്റെ ഘടനയെന്താണ്, നിയമങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ആദ്യം തന്നെ ഈ സംഖ്യ ശ്രദ്ധിക്കുക, 389. ഇതൊരു വെറും അക്കമല്ല. അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയെയും നൂറുകണക്കിന് നാട്ടുരാജ്യങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഇന്ത്യയുടെ മുഴുവൻ വൈവിധ്യത്തെയും ഉൾക്കൊള്ളാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു വലിയ സംഖ്യയായിരുന്നു ഇത്. ആ 389 സീറ്റുകൾ എങ്ങനെയാണ് വീതിച്ചത്? ഭൂരിഭാഗം സീറ്റുകളും, അതായത് 296 എണ്ണം, ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചിരുന്ന പ്രവിശ്യകൾക്കായിരുന്നു. ബാക്കി വന്ന 93 സീറ്റുകൾ സ്വന്തമായി രാജാക്കന്മാരുണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങൾക്കുമായി നീക്കിവെച്ചു. അന്നത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ യാഥാർത്ഥ്യം അതുതന്നെയായിരുന്നു. ഇനി ഈ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ കുറച്ചൊന്നു ശ്രദ്ധിക്കണം. കാരണം ഇത് അല്പം സങ്കീർണമാണ്. ഒന്നാമത്തെ നിയമം ജനസംഖ്യയായിരുന്നു അടിസ്ഥാനം. ഏകദേശം 10 ലക്ഷം പേർക്ക് ഒരു പ്രതിനിധി.
2 ബ്രിട്ടീഷ് ഇന്ത്യയിലെ സീറ്റുകൾ മുസ്ലിം, സിഖ്, പിന്നെ മറ്റെല്ലാവരും ഉൾപ്പെടുന്ന ജനറൽ എന്നിങ്ങനെ 3ആയി വിഭജിച്ചു. മൂന്നാമത്തെ പോയിന്റ് പ്രധാനമാണ്. ജനങ്ങൾ നേരിട്ടല്ല വോട്ട് ചെയ്തത്, മറിച്ച് പ്രവിശ്യ നിയമസഭകളിലെ അംഗങ്ങളാണ് വോട്ട് ചെയ്തത്. 4ാമതായി ആനുപാതിക പ്രാതിനിധ്യം എന്ന സംവിധാനം ഉപയോഗിച്ചു. അതായത് വോട്ടുകൾക്ക് ആനുപാതികമായി സീറ്റുകൾ ലഭിക്കുമെന്ന് ഉറപ്പാക്കുന്ന രീതി. ഇത് ന്യൂനപക്ഷങ്ങൾക്ക് പ്രാതിനിധ്യം ഉറപ്പാക്കാൻ സഹായിച്ചു. അവസാനം നാട്ടുരാജ്യങ്ങളുടെ കാര്യം നേരെ തിരിച്ചായിരുന്നു. അവിടെ തെരഞ്ഞെടുപ്പില്ല, പകരം അവിടുത്തെ രാജാവ് പ്രതിനിധികളെ നോമിനേറ്റ് ചെയ്യും. ഇതായിരുന്നു രീതി. ശരി, അപ്പോ സഭയുടെ രൂപരേഖ തയ്യാറായി. അടുത്ത ഘട്ടം തെരഞ്ഞെടുപ്പാണ്, അല്ലേ? ആരാണ് ആ സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്? ആ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇന്ത്യയുടെ ഭാവിയെ എങ്ങനെയാണ് സ്വാധീനിച്ചത്? നമുക്ക് നോക്കാം. അങ്ങനെ 1946 ആ ഒരു മൺസൂൺ കാലം ഇന്ത്യയുടെ ചരിത്രം മാറ്റിയെഴുതിയ ഒരു തിരഞ്ഞെടുപ്പ് നടന്നു. ഓർക്കണം, ഇത് ബ്രിട്ടീഷ് ഇന്ത്യയ്ക്ക് അനുവദിച്ച 296 സീറ്റുകളിലേക്ക് മാത്രമുള്ള തിരഞ്ഞെടുപ്പായിരുന്നു. നാട്ടുരാജ്യങ്ങൾ അപ്പോഴും ഒരു തീരുമാനമെടുക്കാനാവാതെ മാറി നിൽക്കുകയായിരുന്നു. തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ചിത്രം വളരെ വ്യക്തമായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 208 സീറ്റുകൾ നേടി വൻ ഭൂരിപക്ഷം ഉറപ്പിച്ചു. ഇത് അവിഭക്ത ഇന്ത്യ എന്ന ആശയത്തിന് ലഭിച്ച ഒരു വലിയ ജനപിന്തുണയായിരുന്നു. മുസ്ലിം ലീഗിന് 73 സീറ്റുകൾ കിട്ടി. അവർ രണ്ടാമത്തെ വലിയ കക്ഷിയായി. ബാക്കിയുള്ള 15 സീറ്റുകൾ ചെറിയ പാർട്ടികൾക്കും സ്വതന്ത്രർക്കുമായിരുന്നു. എന്നാൽ അവിടെ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും സഭ പൂർണ്ണമായിരുന്നില്ല. സഭയിലെ 4-1 കസേരകളും ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. കാരണം നാട്ടുരാജ്യങ്ങൾക്കായി നീക്കിവെച്ച 93 സീറ്റുകളിലേക്കും ആരും എത്തിയില്ല. സ്വതന്ത്ര ഇന്ത്യയിൽ ചേരണോ, പാകിസ്ഥാനിൽ ചേരണോ, അതോ സ്വന്തമായി നിൽക്കണോ എന്ന ആശയക്കുഴപ്പത്തിൽ അവർ ഈ ചരിത്രപരമായ പ്രക്രിയയിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചു. ഇപ്പം നമ്മൾ ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഏറ്റവും സവിശേഷമായൊരു സ്വഭാവത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. അതിൻ്റെ പ്രാതിനിധ്യത്തിലുണ്ടായിരുന്ന ഒരു വലിയ വൈരുദ്ധ്യത്തെക്കുറിച്ച്. ഇതൊരു ഭയങ്കര രസകരമായ കാര്യമാണ്. ഒരു വശത്ത് നോക്കിയാൽ ഈ സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പൂർണ്ണമായും ജനാധിപത്യപരമായിരുന്നില്ല. കാരണം രാജ്യത്തെ സാധാരണക്കാർ നേരിട്ടല്ല വോട്ട് ചെയ്തത്. എന്നാൽ മറുവശത്ത് ആ തിരഞ്ഞെടുപ്പിലൂടെ രൂപീകരിക്കപ്പെട്ട സഭയെ നോക്കൂ. ഒരുപക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വൈവിധ്യമാർന്ന ഒന്നായിരുന്നു അത്. അതായത് തിരഞ്ഞെടുപ്പ് രീതി അത്ര ജനാധിപത്യപരമല്ലായിരുന്നെങ്കിലും അതിന്റെ ഫലം അത്ഭുതകരമാം വിധം ഇന്ത്യയെ പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു പരിച്ഛേദം തന്നെയായിരുന്നു ആ അസംബ്ലി. ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖുകാരും ക്രിസ്ത്യാനികളും പാഴ്സികളും ആംഗ്ലോ ഇന്ത്യക്കാരും അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളിൽ നിന്നുള്ള പട്ടികജാതി പട്ടികവർഗ പ്രതിനിധികളും അതിലുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനമായി എല്ലാ വിഭാഗങ്ങളിൽ നിന്നുമുള്ള സ്ത്രീകളും ആ സഭയുടെ ഭാഗമായി. മഹാത്മാഗാന്ധി ഒഴികെ നെഹ്റു, പട്ടേൽ, അംബേദ്കർ, രാജേന്ദ്രപ്രസാദ് തുടങ്ങി അന്നത്തെ ഇന്ത്യയിലെ എല്ലാ പ്രമുഖ നേതാക്കളും ആ സഭയിൽ അംഗങ്ങളായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടത് ഒരു ആശയത്തിന്റെ പിറവിയും ഒരു സഭയുടെ രൂപീകരണവുമാണ്. പ്രത്യക്ഷത്തിൽ പൂർണ്ണ ജനാധിപത്യമല്ലാത്ത വഴികളിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും ഇന്ത്യയുടെ ആത്മാവിനെ അത്ഭുതകരമായി പ്രതിഫലിപ്പിച്ച ആ സഭ എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ അടിത്തറ പാകിയത്? അതൊരു വലിയ ചോദ്യമാണ്. അതിന്റെ ഉത്തരത്തിലേക്കുള്ള യാത്ര നമുക്ക് തുടരാം. അടുത്ത തവണ കാണുന്നതുവരെ നമസ്കാരം. ഒരു സാമ്രാജ്യം അവസാനിക്കുമ്പോൾ ഒരു രാജ്യം എങ്ങനെയാണ് ജനിക്കുന്നത്? നൂറ്റാണ്ടുകളോളം നീണ്ട വിദേശ ഭരണത്തിന് ശേഷം ഒരു പുതിയ ഇന്ത്യയുടെ ആത്മാവെന്തായിരിക്കണമെന്ന് തീരുമാനിക്കാൻ ഒരുമിച്ചുകൂടിയ ഒരു കൂട്ടം ആളുകളുണ്ട്. അവരുടെ കഥയാണിത്. ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഭരണഘടന പിറവിയെടുത്ത ആ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉള്ളറകളിലേക്ക് നമുക്കൊന്ന് യാത്ര പോകാം. അപ്പോ ഈ യാത്രയില് നമ്മൾ 5 പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോകാൻ പോകുന്നത്. സഭയുടെ ആ ആദ്യത്തെ മീറ്റിംഗ്, പിന്നെ പുതിയൊരു റിപ്പബ്ലിക്കിന് വേണ്ടിയുള്ളൊരു കാഴ്ചപ്പാട് എങ്ങനെ രൂപപ്പെട്ടു എന്നത്, അങ്ങനെ പോയി ആധുനിക ഇന്ത്യയുടെ അടിത്തറയിട്ട ആ വലിയ പാരമ്പര്യത്തിൽ നമ്മൾ അവസാനിപ്പിക്കും. അപ്പൊ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. നമ്മുടെ കഥ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കിക്കേ. നൂറ്റാണ്ടുകളുടെ പോരാട്ടത്തിനൊടുവിൽ സ്വാതന്ത്ര്യം തൊട്ടുമുന്നിലെത്തി നിൽക്കുന്നു. ആ മുറിയിൽ വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. പക്ഷേ അതേസമയം തന്നെ രാജ്യവിഭജനത്തിന്റെ ഒരു കരിനിഴലും അതിന്റെ മുകളിൽ പതിയെ പടരുന്നുണ്ടായിരുന്നു. ഇതായിരുന്നു ആ തുടക്കം. 1946 ഡിസംബർ 9 ഈ തീയതി ഇതൊന്നോർത്തുവെക്കണം. കാരണം അന്നാണ് ഇന്ത്യ എന്ന ആശയം വെറുമൊരു സ്വപ്നമല്ലാതായി ഒരു നിയമരേഖയായി മാറാൻ തുടങ്ങുന്ന ദിവസം. ഒരു പുതിയ രാജ്യത്തെ കെട്ടിപ്പടുക്കാനുള്ള ആ മഹത്തായ ദൗത്യം ഔദ്യോഗികമായി തുടങ്ങിയത് അന്നാണ്. പക്ഷേ ആ ചരിത്ര ദിവസമുണ്ടല്ലോ, അവിടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ആ ഹാളിലാകെ ഉണ്ടായിരുന്നത് വെറും 211 അംഗങ്ങൾ മാത്രം. എന്താണിങ്ങനെ?
ഇന്ത്യയുടെ ഭാവി തീരുമാനിക്കാനുള്ള അത്രയും വലിയൊരു യോഗത്തിന് എന്തുകൊണ്ടാണ് ഇത്രയധികം കസേരകൾ ഒഴിഞ്ഞുകിടന്നത്? അതിന്റെ ഉത്തരം ഇതായിരുന്നു. മുസ്ലിം ലീഗ് ആ മീറ്റിംഗ് ബഹിഷ്കരിച്ചു. ഇത് വെറുമൊരു രാഷ്ട്രീയ പ്രതിഷേധം മാത്രമായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അത് ആ സഭയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്നതായിരുന്നു. ആ ഒഴിഞ്ഞുകിടന്ന കസേരകൾ ശരിക്കും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് ശരിക്കും ഇന്ത്യയിലെ എല്ലാവർക്കും വേണ്ടി സംസാരിക്കാൻ പറ്റുമോ എന്ന്? അതെ, തുടക്കത്തിൽ തന്നെ അവർ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി ഇത് തന്നെയായിരുന്നു. പക്ഷെ ഇത്രയും വലിയൊരു പ്രതിസന്ധി ഉണ്ടായാലും അവര് പിന്മാറിയില്ല. മുന്നോട്ടു പോകാൻ തന്നെയായിരുന്നു തീരുമാനം. ഫ്രഞ്ച് രീതി അനുസരിച്ച് കൂട്ടത്തിൽ ഏറ്റവും പ്രായം കൂടിയ അംഗമായ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ താൽക്കാലിക അധ്യക്ഷനാക്കി. അതിനുശേഷം ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം അധ്യക്ഷനായും തെരഞ്ഞെടുത്തു. ശ്രദ്ധേയമായൊരു കാര്യമെന്താണെന്ന് വെച്ചാൽ അവർക്ക് 2 ഉപാധ്യക്ഷന്മാരുണ്ടായിരുന്നു. എല്ലാ ഭാഗത്തു നിന്നുമുള്ള ശബ്ദങ്ങൾ കേൾക്കണം എന്നതിന്റെ ഒരു സൂചനയായിരുന്നു അത്. ഓക്കേ, അപ്പൊ ലീഡർഷിപ്പായി, ഒരു ഘടനയായി. ഇനി എന്താ വേണ്ടത്? ഒരു ലക്ഷ്യം വേണമല്ലേ? ഒരു വഴികാട്ടി. അധികം വൈകാതെ ജവഹർലാൽ നെഹ്റു ആ വഴികാട്ടിയെ സഭയ്ക്ക് മുന്നിൽ വച്ചു. അത് പിന്നീട് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവ് തന്നെയായി മാറി. 1946 ഡിസംബർ 13 അന്നാണ് ജവഹർലാൽ നെഹ്റു ചരിത്രപ്രസിദ്ധമായ ആ ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്. ഇതൊരു വെറും നിയമത്തിന്റെ ഭാഷയല്ലായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്വപ്ന പ്രഖ്യാപനമായിരുന്നു. സ്വതന്ത്ര ഇന്ത്യ എങ്ങനെയുള്ളതായിരിക്കണമെന്നതിന്റെ ഒരു ബ്ലൂ പ്രിന്റ്, ഒരു പരമാധികാര റിപ്പബ്ലിക് എന്ന ഉറച്ച തീരുമാനം അതിൽ മുഴങ്ങിക്കേൾക്കാമായിരുന്നു. ഇനിയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം വരുന്നത്. എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നാണ് വരുന്നത്. ഒന്നാലോചിച്ചു നോക്കിക്കേ അതിന്റെ ഒരു ഇംപാക്റ്റ്. അതുവരെ ലണ്ടനിലിരിക്കുന്ന രാജാവിൽ നിന്നും അല്ലെങ്കിൽ ഡൽഹിയിലെ വൈസ്രോയിൽ നിന്നും വന്നിരുന്ന അധികാരം ഇതാദ്യമായി ഈ നാട്ടിലെ സാധാരണക്കാരന്റെ കയ്യിലേക്ക് വരുന്നു. ഇതായിരുന്നു ശരിക്കുമുള്ള സ്വാതന്ത്ര്യം. ഇതായിരുന്നു പുതിയ ഇന്ത്യയുടെ ഒരു ഗ്യാരണ്ടി. നീതി, സമത്വം, സ്വാതന്ത്ര്യം. ബ്രിട്ടീഷുകാർ നമുക്കെന്താണോ തരാതിരുന്നത് അതെല്ലാം തിരികെ തരാമെന്നുള്ളൊരു ഉറപ്പ്. ഇവ വെറും ഭംഗിയുള്ള വാക്കുകളായിരുന്നില്ല, മറിച്ച് കോടിക്കണക്കിന് ഇന്ത്യക്കാർക്ക് കൊടുത്ത ഒരു വാഗ്ദാനമായിരുന്നു. രാജ്യത്തിന്റെ അടിത്തറയിൽ കൊത്തിവെച്ച ഉറപ്പുകൾ. ഇവിടെയാണ് ഏറ്റവും രസകരമായ കാര്യം. അത്രയൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിട്ടും 1947 ജനുവരി 22 ഈ പ്രമേയം എല്ലാവരും ഒറ്റക്കെട്ടായി അംഗീകരിച്ചു. അതെ, ആയി കണ്ടേന. ഇന്ത്യയുടെ ഭാവി എന്തായിരിക്കണമെന്ന കാര്യത്തിൽ അവർക്കെല്ലാവർക്കും ഒരേ അഭിപ്രായമായിരുന്നു. ഈ ലക്ഷ്യപ്രമേയമാണ് ചെറിയ ചില മാറ്റങ്ങളോടെ നമ്മളിന്ന് കാണുന്ന ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. ഇങ്ങനെ സഭയ്ക്കുള്ളിൽ വലിയ ചർച്ചകൾ നടക്കുമ്പോഴാണ് പുറത്ത് കാര്യങ്ങൾ ആകെ മാറുന്നത്. രാഷ്ട്രീയം അതിവേഗം മാറിക്കൊണ്ടിരുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് നീങ്ങുന്നു, ഒപ്പം വിഭജനത്തിലേക്കും. ഈ സമയത്താണ് ബ്രിട്ടീഷ് പാർലമെന്റ് ഒരു നിയമം പാസാക്കുന്നത്. ആ ഒരൊറ്റ നിയമം മതിയായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ പവറും രൂപവും മൊത്തത്തില് മാറ്റി. അപ്പോ എന്തൊക്കെയായിരുന്നു ആ മാറ്റങ്ങൾ? പ്രധാനമായും 3 ഒന്ന്, സഭ ഒരു ഫുൾ സോവറൻ ബോഡിയായി, അതായത് പൂർണ്ണ പരമാധികാരമുള്ള ഒന്നായി മാറി. സിമ്പിളായി പറഞ്ഞാൽ ഇനി ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഏത് നിയമവും മാറ്റാൻ അവർക്ക് പറ്റും. 2, അതൊരു ലെജിസ്ലേറ്റീവ് ബോഡി കൂടിയായി. എന്നുവെച്ചാൽ ഭരണഘടന ഉണ്ടാക്കുക മാത്രമല്ല, രാജ്യത്തിനു വേണ്ട ദിവസേനയുള്ള നിയമങ്ങൾ ഉണ്ടാക്കാനും അവർക്ക് അധികാരമായി. പിന്നെ 3, വിഭജനം കഴിഞ്ഞതോടെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള മുസ്ലിം ലീഗ് അംഗങ്ങൾ പോയി. അപ്പോ മൊത്തം അംഗങ്ങളുടെ എണ്ണം 389 നിന്ന് 299 കുറഞ്ഞു. ഇതൊരു തരം ഡബിൾ റോളായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, സഭയ്ക്ക് ഇപ്പോ 2 ജോലിയുണ്ട്. അവര് ഭരണഘടനയുണ്ടാക്കാൻ വേണ്ടി മീറ്റിംഗ് കൂടുമ്പോൾ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, അതേ ആളുകൾ തന്നെ രാജ്യത്തിന് നിയമമുണ്ടാക്കാൻ, അതായത് ഒരു പാർലമെന്റ് പോലെ കൂടുമ്പോൾ ചെയർമാൻ ജി.വി. മാവ്ലങ്കർ. ശരിക്കും പറഞ്ഞാൽ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പാർലമെന്റ് തന്നെയായിരുന്നു ആ സഭ. വെറും ഒരു നിയമപുസ്തകമുണ്ടാക്കിയാൽ മതിയോ? പോരാ. ആ രാജ്യത്തിന് അതിൻ്റേതായ ഒരു ഐഡന്റിറ്റി വേണ്ടേ, ഒരു വ്യക്തിത്വം. അപ്പോൾ ഭരണഘടനയോടൊപ്പം തന്നെ പുതിയ ഇന്ത്യയുടെ ചിഹ്നങ്ങളും അവർ രൂപപ്പെടുത്തി. അങ്ങനെ ഓരോന്നായി അവർ തീരുമാനിച്ചു. 1947 ജൂലൈ 22 നമ്മുടെ ദേശീയ പതാക അംഗീകരിച്ചു. പിന്നെ 1949 മെയ് മാസത്തിൽ കോമൺവെൽത്തിൽ ഇന്ത്യയുടെ അംഗത്വം ഉറപ്പിച്ചു. പിന്നെ വന്ന ആ ഒരു ദിവസം ജനുവരി 24, 1950, അന്നു മാത്രം 3 വലിയ കാര്യങ്ങൾ നടന്നു. ദേശീയഗാനം അംഗീകരിച്ചു, ദേശീയ ഗീതം അംഗീകരിച്ചു, പിന്നെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തെരഞ്ഞെടുത്തു. നിയമങ്ങൾ ഒരു വശത്ത് രൂപപ്പെടുമ്പോൾ മറുവശത്ത് രാജ്യത്തിന്റെ ആത്മാവും രൂപപ്പെടുകയായിരുന്നു. അങ്ങനെ നമ്മൾ ഈ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഇത്രയും വലിയൊരു ദൗത്യം
പൂർത്തിയാക്കാൻ അവർക്ക് എത്ര കാലമെടുത്തു, എന്തുമാത്രം പരിശ്രമിച്ചു, അതിന്റെയൊക്കെ ഫലമെന്തായിരുന്നു എന്ന് നോക്കാം. 2 വർഷം 11 മാസം 18 ദിവസം, ഏകദേശം 3 വർഷം. അത്രയും സമയമെടുത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടന അവർ തയ്യാറാക്കിയത്. ഇത് വെറുതെ ധൃതി പിടിച്ച് തീർത്തൊരു പണിയായിരുന്നില്ല. ഓരോ വാക്കിനുവേണ്ടിയും മണിക്കൂറുകളോളം ചർച്ചകൾ നടന്നിട്ടുണ്ട്. വെറുതെ ഇരുന്ന് എഴുതിയതല്ല. ഏകദേശം 60 രാജ്യങ്ങളുടെ ഭരണഘടനകൾ അവരെ പഠിച്ചു. പക്ഷെ ഇത് കോപ്പിയടിക്കാനായിരുന്നില്ല കേട്ടോ. ലോകത്തുള്ള ഏറ്റവും നല്ല ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി അതിൽ നിന്ന് ഇന്ത്യക്ക് ചേരുന്നതെന്താണോ അത് നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റിയെടുക്കുകയായിരുന്നു ലക്ഷ്യം. ഇനി ഇതിന് വന്ന ചെലവെത്രയാണെന്നോ? 64 ലക്ഷം രൂപ. അന്നത്തെ കാലത്ത് അതൊരു ഭീമൻ തുകയായിരുന്നു. പക്ഷേ അവരതിനെയൊരു ചെലവായിട്ടല്ല കണ്ടത്, മറിച്ച് ഇന്ത്യയുടെ ഭാവിയിലേക്കുള്ള ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് കണ്ടത്. അങ്ങനെ ആ ദിവസം വന്നു, 1950 ജനുവരി 24. നീണ്ട ആ കഠിനാധ്വാനത്തിന്റെ അവസാനം. അന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെല്ലാം ആ മഹത്തായ ഗ്രന്ഥത്തിൽ ഒപ്പുവെച്ചു. അതൊരു ഒപ്പുവെക്കൽ മാത്രമായിരുന്നില്ല, അതായിരുന്നു ഇന്ത്യ എന്ന റിപ്പബ്ലിക്കിന്റെ ജനന സർട്ടിഫിക്കറ്റ്. പക്ഷേ കഥ അവിടെ തീർന്നില്ല. ജനുവരി 24 ഭരണഘടനയിൽ ഒപ്പുവെച്ചെങ്കിലും ആ സഭ പിരിഞ്ഞുപോയില്ല. ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നല്ലോ. അന്നുമുതൽ ഇന്ത്യയിലെ ആദ്യത്തെ പൊതുതിരഞ്ഞെടുപ്പ് നടക്കുന്ന 1952 വരെ ആ സഭ തന്നെ ഇന്ത്യയുടെ താൽക്കാലിക പാർലമെന്റായി പ്രവർത്തിച്ചു. ഒരു ഗ്യാപ്പ് വരാതെ അധികാരം ഭംഗിയായി കൈമാറ്റം ചെയ്യപ്പെട്ടു. അപ്പോ നമ്മൾ തിരിച്ച് ആ ചോദ്യത്തിലേക്ക് വരുന്നു. ആ 2.5-3 വർഷത്തെ ചർച്ചകളും തർക്കങ്ങളും കാഴ്ചപ്പാടുകളുമൊക്കെ ഇന്നത്തെ ഇന്ത്യയെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? ഉത്തരം വളരെ ലളിതമാണ്. നമ്മളിന്ന് സംസാരിക്കുന്ന ഓരോ സ്വാതന്ത്ര്യവും, നമ്മൾ വിശ്വസിക്കുന്ന ഓരോ ജനാധിപത്യ മൂല്യവും അന്ന് ആ ഹാളിലിരുന്ന് അവർ നടത്തിയ സംവാദങ്ങളുടെ ഫലമാണ്. അവരുണ്ടാക്കിയത് വെറുമൊരു നിയമപുസ്തകമല്ല, ഏകദേശം 80 വർഷങ്ങൾക്കിപ്പുറവും ഒരു വലിയ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു ദീപസ്തംഭമാണ്. ആ വെളിച്ചം കെടാതെ സൂക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. നമസ്കാരം. ഒരു രാഷ്ട്രം ജനിക്കുമ്പോൾ അതിന്റെ ആത്മാവിനെ എങ്ങനെയാണ് ഒരു പുസ്തകത്തിൽ എഴുതി ചേർക്കുക? ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ പിറവിക്ക് പിന്നിലെ ആ ഇതിഹാസ തുല്യമായ കഥയാണ്. ഇതു വെറും കുറെ നിയമങ്ങൾ എഴുതിവെക്കുന്നതിനെക്കുറിച്ചല്ല, അല്ലേ? ഒരു വലിയ ജനതയുടെ ഭാവിയെ തന്നെ രൂപപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ്. ഇതൊരു ലളിതമായ ചോദ്യമല്ല, അല്ലേ? ഒരുപക്ഷേ ഇന്ത്യയുടെ സ്ഥാപകർ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി ഇതുതന്നെയായിരുന്നു. ഒന്നാലോചിച്ചു നോക്കൂ. 100 കണക്കിന് ഭാഷകൾ, പലതരം മതങ്ങൾ, 1000കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള സംസ്കാരങ്ങൾ, ഇത്രയധികം വൈവിധ്യങ്ങളുള്ള ഒരു ജനതയെ ഒരൊറ്റ നിയമത്തിന്റെ ചരടിൽ എങ്ങനെ കോർത്തെടുക്കും? ഭരണഘടനാ നിർമ്മാണസഭ രൂപീകരിച്ചപ്പോൾ അവരുടെ മുന്നിലുണ്ടായിരുന്നത് ഒരു ശൂന്യമായ ക്യാൻവാസ് പോലെയായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയ ഒരു പുതിയ രാജ്യത്തിന്റെ ഭാവി മുഴുവൻ അതിൽ വരച്ചു ചേർക്കണം. അതുകൊണ്ടുതന്നെ ഇത് വെറുമൊരു നിയമനിർമ്മാണമായിരുന്നില്ല, മറിച്ച് ഒരു ജനതയുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും അവകാശങ്ങളും എല്ലാം സംരക്ഷിക്കുന്ന ഒരു അടിസ്ഥാന പ്രമാണം രൂപപ്പെടുത്തുക എന്നതായിരുന്നു ലക്ഷ്യം. അപ്പോൾ ഈ വലിയ ദൗത്യം അവർ എങ്ങനെയാണ് പൂർത്തിയാക്കിയത്? അത് മനസ്സിലാക്കാൻ നമുക്ക് ഈ കഥയെ ഒരു 5 ഭാഗങ്ങളായി തിരിച്ചു നോക്കാം. ആദ്യം ഈ ദൗത്യം എത്ര വലുതായിരുന്നു എന്ന് കാണാം. പിന്നെ ആ ജോലി എങ്ങനെ വിഭജിച്ചു എന്ന് നോക്കാം. അതിനുശേഷം അതിൻ്റെ പ്രധാന ശില്പികളെ പരിചയപ്പെടാം. ആശയങ്ങൾ എങ്ങനെ ഒരു എഴുതപ്പെട്ട രൂപരേഖയായി മാറിയെന്ന് മനസ്സിലാക്കാം. ഒടുവിൽ അന്തിമ ഭരണഘടന എങ്ങനെ രൂപപ്പെട്ടുവെന്നും നമുക്ക് കാണാം. അപ്പോ നമ്മുടെ ആദ്യത്തെ ഭാഗം ഒരു ഇതിഹാസ ദൗത്യം. വെല്ലുവിളി വളരെ വലുതായിരുന്നു, പക്ഷേ ലക്ഷ്യം വളരെ വ്യക്തമായിരുന്നു. ഒരൊറ്റ നിയമപുസ്തകം കൊണ്ട് ഒരു രാജ്യത്തെ മുഴുവൻ ഒന്നിപ്പിക്കുക. എങ്ങനെയായിരിക്കും അവരിതിനെ തുടക്കമിട്ടത്? ഇത്രയും സങ്കീർണമായ ഒരു ജോലി ഒരാൾക്കോ ഒരു ചെറിയ സംഘത്തിനോ ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിലെ നേതാക്കൾക്ക് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് അവരൊരു ബ്രില്യൻ്റായ മാർഗം കണ്ടെത്തി. ആ വലിയ ജോലിയെ ചെറിയ, കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളായി വിഭജിച്ചു. എന്നിട്ട് ഓരോ ഭാഗവും പഠിക്കാനും റിപ്പോർട്ട് തയ്യാറാക്കാനും ഓരോ പ്രത്യേക സമിതികളെ ഏൽപ്പിച്ചു. ഇതായിരുന്നു ആ വിജയത്തിന്റെ താക്കോൽ. അപ്പോ ഇതാണ് നമ്മളെ രണ്ടാമത്തെ ഭാഗത്തേക്ക് എത്തിക്കുന്നത്, ജോലിയുടെ മഹത്തായ വിഭജനം. ഈ വലിയ ദൗത്യത്തെ അവർ എങ്ങനെ ചെറിയ ഭാഗങ്ങളാക്കി മാറ്റി? ഭരണഘടനയുടെ ബ്ലൂപ്രിന്റ് തയ്യാറാക്കാൻ ആ പ്രത്യേക ടീമുകൾ എങ്ങനെ പ്രവർത്തിച്ചു എന്ന് നമുക്ക് വിശദമായി നോക്കാം. ഈ സമിതികളെ നമുക്ക് പ്രധാനമായും 2ആയിട്ട് തിരിക്കാം. ഒന്ന്, മേജർ കമ്മിറ്റികൾ, അതായത് പ്രധാന സമിതികൾ. രാജ്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ, അധികാര വിഭജനം, പൗരന്മാരുടെ അവകാശങ്ങൾ, അങ്ങനെയുള്ള വലിയ കാര്യങ്ങൾ തീരുമാനിക്കാനായിരുന്നു ഈ സമിതികൾ. പിന്നെ മൈനർ കമ്മിറ്റികൾ അഥവാ ഉപസമിതികൾ, നടപടിക്രമങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ, പതാകയുടെ ഡിസൈൻ, അങ്ങനെ കുറച്ചുകൂടി സ്പെസിഫിക്കായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിരുന്നു ഇവ. ഈ ദൗത്യത്തിന് നേതൃത്വം നൽകിയത് ഇന്ത്യയുടെ ഏറ്റവും പ്രഗത്ഭരായ നേതാക്കളായിരുന്നു.
ഉദാഹരണത്തിന് കേന്ദ്ര സർക്കാരിന് എന്തൊക്കെ അധികാരങ്ങൾ വേണമെന്ന് തീരുമാനിച്ചത് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള സമിതികളായിരുന്നു. അതേസമയം സംസ്ഥാനങ്ങളുടെ ഭരണഘടനയുടെ ചട്ടക്കൂടുണ്ടാക്കിയത് സർദാർ പട്ടേലിന്റെ സമിതിയും. പിന്നെ സഭയുടെ മൊത്തത്തിലുള്ള സുഗമമായ നടത്തിപ്പിനെ ചുക്കാൻ പിടിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദും. ശരിക്കും പറഞ്ഞാൽ ഓരോ നേതാവും ഓരോ തൂണിനും ബലം നൽകി ഇന്ത്യൻ ഭരണഘടനയെന്ന ആ വലിയ സൗധത്തിന്റെ അടിത്തറ പാകുകയായിരുന്നു. ഇനി നമുക്ക് മൂന്നാം ഭാഗത്തേക്ക് കടക്കാം. കരടിന്റെ ശില്പികൾ. എല്ലാ സമിതികളിലും വെച്ച് ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നിർണായകമായൊരു പങ്കുവഹിച്ച ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. അപ്പോ എന്തായിരുന്നു ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ജോലി? വളരെ ലളിതമായി പറഞ്ഞാൽ അവർ ഭരണഘടനയുടെ ചീഫ് ആർക്കിടെക്റ്റ് ആയിരുന്നു. മറ്റെല്ലാ സമിതികളും കൊടുത്ത നിർദ്ദേശങ്ങളും റിപ്പോർട്ടുകളുമെല്ലാം വിശദമായി പഠിച്ച് അവയെല്ലാം കൂട്ടിച്ചേർത്ത് നിയമപരമായി വ്യക്തവും പരസ്പര ബന്ധവുമുള്ള ഒരൊറ്റ രേഖയാക്കി മാറ്റുക. അതായിരുന്നു അവരുടെ ദൗത്യം. 1947 ഓഗസ്റ്റ് 29-നാണ് ഈ സമിതി രൂപീകരിച്ചത്. ഇതിലുണ്ടായിരുന്നത് വെറും 7 പേരായിരുന്നു. പക്ഷേ നിയമത്തിലും ഭരണത്തിലും അഗ്രഗണ്യരായ ഒരു സംഘമായിരുന്നു അത്. ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ചെയർമാൻ. അദ്ദേഹത്തോടൊപ്പം N ഗോപാലസ്വാമി അയ്യങ്കാർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, KM മുൻഷി, സയ്യിദ് മുഹമ്മദ് സാദുള്ള തുടങ്ങിയ നിയമപണ്ഡിതർ അണിനിരുന്നു. പിന്നീട് BL മിത്രന് അനാരോഗ്യം കാരണം മാറേണ്ടി വന്നപ്പോൾ N മാധവറാവുവും DP ഖൈത്താന്റെ മരണശേഷം TT കൃഷ്ണമാചാരിയും സമിതിയിൽ ചേർന്നു. ഈ സമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് ചെയർമാനായിരുന്ന ഡോക്ടർ BR അംബേദ്കർ തന്നെയായിരുന്നു. സഭയിലെ ചർച്ചകളിൽ തന്റെ യുക്തിസഹവും വളരെ ശക്തമായ വാദങ്ങളിലൂടെ അദ്ദേഹം എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. അദ്ദേഹത്തിന്റെ ഈ അതുല്യമായ സംഭാവനകൾ കാരണമാണ് നമ്മൾ അദ്ദേഹത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നും ആധുനിക മനു എന്നുമൊക്കെ വിളിക്കുന്നത്. ശരി, അപ്പം നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. ആശയങ്ങളിൽ നിന്ന് ആദ്യ രൂപരേഖയിലേക്ക്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എങ്ങനെയാണ് പലയിടങ്ങളിൽ നിന്നുള്ള ആശയങ്ങളെ ഒരു എഴുതപ്പെട്ട രേഖയാക്കി മാറ്റിയത് എന്ന് നമുക്ക് നോക്കാം. ഈ ടൈംലൈൻ ഒന്ന് ശ്രദ്ധിക്കൂ. 1948 ഫെബ്രുവരിയിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അവരുടെ ആദ്യത്തെ ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരിച്ചു. പക്ഷേ അതിനുശേഷം അവർ ചെയ്ത കാര്യമാണ് ഈ പ്രക്രിയയെ ശരിക്കും അസാധാരണമാക്കുന്നത്. അടച്ചിട്ട മുറിയിൽ നിയമമുണ്ടാക്കുന്നതിനു പകരം അവർ ആ ഡ്രാഫ്റ്റ് ഇന്ത്യയിലെ ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ചുകൊടുത്തു. എന്തിനാണെന്നോ? ചർച്ച ചെയ്യാനും വിമർശിക്കാനും ഭേദഗതികൾ നിർദ്ദേശിക്കാനും. 8 മാസത്തോളം സാധാരണക്കാരും പത്രങ്ങളും സംഘടനകളുമൊക്കെ അതിൽ അഭിപ്രായം പറഞ്ഞു. അതിനുശേഷമാണ് 1948 ഒക്ടോബറിൽ പരിഷ്കരിച്ച 2ാം കരട് പ്രസിദ്ധീകരിച്ചത്. ഇതായിരുന്നു യഥാർത്ഥ ജനാധിപത്യം പ്രവൃത്തിയിൽ. ഈ സംഖ്യ ശ്രദ്ധിക്കുക, 141. ഇത്രയും വലിയൊരു കരട് തയ്യാറാക്കാൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി യോഗം ചേർന്നത് ആകെ 141 ദിവസമാണ്. അതായത് 6 മാസത്തിൽ താഴെ സമയം കൊണ്ട് അവർ ഈ വലിയ ദൗത്യം പൂർത്തിയാക്കി. ഇത് അവരുടെ കഠിനാധ്വാനത്തിന്റെയും കാര്യക്ഷമതയുടെയും ഏറ്റവും വലിയ തെളിവാണ്. അപ്പോ നമ്മൾ കഥയുടെ അവസാന ഭാഗത്തേക്കെത്തുകയാണ്. അന്തിമ ഭരണഘടനയുടെ രൂപീകരണം. കരട് തയ്യാറായതിനു ശേഷം ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടന്ന അവസാന ഘട്ടങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്ന് നമുക്ക് നോക്കാം. ഭരണഘടന പാസാക്കുന്നതിന് കൃത്യമായ പാർലമെന്ററി നടപടിക്രമങ്ങൾ തന്നെയുണ്ടായിരുന്നു. 1948 നവംബർ 4-ന് ഡോക്ടർ അംബേദ്കർ അന്തിമ കരട് സഭയിൽ അവതരിപ്പിച്ചു. ഇതായിരുന്നു 1ാം വായന, അതായത് ഒരു ഒഫീഷ്യൽ ഇൻട്രൊഡക്ഷൻ. അതിനുശേഷം വന്ന 2ാം വായനയായിരുന്നു ഏറ്റവും നിർണായകം. മാസങ്ങളോളം നീണ്ടുനിന്ന ആ ഘട്ടത്തിൽ ഓരോ വകുപ്പും ഓരോ വാക്കും കീറിമുറിച്ച് ചർച്ച ചെയ്തു. ഒടുവിൽ എല്ലാ മാറ്റങ്ങളും വരുത്തിയ ശേഷം 3ാം വായനയിൽ അന്തിമ അംഗീകാരത്തിനായി പ്രമേയം വോട്ടിനിട്ടു. ഈ പ്രക്രിയ എത്രമാത്രം ജനാധിപത്യപരമായിരുന്നു എന്നറിയാൻ ഈ കണക്കുകൾ മാത്രം മതി. ഒന്നോർത്തു നോക്കൂ, 2ാം വായനയുടെ സമയത്ത് നിർദ്ദേശിക്കപ്പെട്ടത് 7653 ഭേദഗതികളാണ്. അതിൽ 2473 എണ്ണം സഭയിൽ മണിക്കൂറുകളോളം ചർച്ച ചെയ്തു. ഒരു വാക്കുപോലും ആഴത്തിലുള്ള ചിന്തയോ ചർച്ചയോ ഇല്ലാതെ കടന്നുപോയിട്ടില്ലെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണല്ലേ. നീണ്ട ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ശേഷം 1949 നവംബർ 14-ന് 3ാം വായന തുടങ്ങി. ഒടുവിൽ നവംബർ 26-ന് ഡോക്ടർ BR അംബേദ്കർ ചരിത്രപരമായ ആ പ്രമേയം അവതരിപ്പിച്ചു. സഭ തീരുമാനിച്ച പ്രകാരമുള്ള ഭരണഘടന പാസാക്കണം. ആ പ്രമേയം സഭ ഐകകണ്ഠേന പാസാക്കി. അങ്ങനെ 1949 നവംബർ 26-ന് ഇന്ത്യയുടെ ഭരണഘടന ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടു. ഈ ദിവസമാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്കായി തന്നെ നൽകുകയും ചെയ്ത ദിവസമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ചരിത്ര ദിവസം സഭയിലുണ്ടായിരുന്ന 299 അംഗങ്ങളിൽ 284 പേർ ഭരണഘടനയിൽ ഒപ്പുവെച്ചു. ഓരോ ഒപ്പും ഒരു പുതിയ ഇന്ത്യയുടെ പിറവിക്കുള്ള ഓരോ സാക്ഷ്യപത്രമായിരുന്നു. വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിന്റെ ഹൃദയസ്പർശിയായ ഒരു പരിസമാപ്തിയായിരുന്നു അത്.
അപ്പോ അന്ന് അംഗീകരിച്ച ഭരണഘടനയിൽ എന്തെല്ലാമാണ് ഉണ്ടായിരുന്നത്? രാജ്യത്തിന്റെ തത്വങ്ങൾ വ്യക്തമാക്കുന്ന ഒരു ആമുഖം, 395 അനുച്ഛേദങ്ങൾ, കൂടാതെ 8 പട്ടികകളും. ഇതാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണത്തിന്റെ അടിസ്ഥാനശിലയായി മാറിയത്. ഈ ചരിത്രപരമായ വിശകലനം നമ്മളെ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലാണ് കൊണ്ടെത്തിക്കുന്നത്. നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്നു, നമ്മൾ നമുക്കായി തന്നെ ഈ ഭരണഘടന നൽകുന്നു എന്ന്. എന്താണ് ആ വാക്കുകളുടെ യഥാർത്ഥ അർത്ഥം? അത് വെറുമൊരു ചരിത്ര പ്രസ്താവനയല്ല, മറിച്ച് ഈ ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള ഓരോ ഇന്ത്യൻ പൗരന്റെയും ഉത്തരവാദിത്വത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങളെന്തു പറയുന്നു? ആലോചിച്ചു നോക്കൂ. എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ ഒരു രാജ്യം സ്വന്തമായി അതിന്റെ വിധി എഴുതാൻ തുടങ്ങുന്ന ആ ഒരു നിമിഷത്തെക്കുറിച്ച്? ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് വെറും ഒരു നിയമപുസ്തകമല്ല, അത് ഒരു പുതിയ രാഷ്ട്രം പിറവിയെടുത്തതിന്റെ കഥയാണ്. ആ കഥയിലെ ഏറ്റവും നിർണായകമായ ചില നിമിഷങ്ങളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോ ഈ ഒരു വലിയ കഥ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പോകുന്നതെന്നല്ലേ? ആദ്യം നമ്മൾ ഭരണഘടനയുടെ തുടക്കത്തെക്കുറിച്ച് സംസാരിക്കും. പിന്നെ അധികമാരും അറിയാത്ത അതിന്റെ പിന്നണി ശില്പികളെ പരിചയപ്പെടും. ആ അടിത്തറ എങ്ങനെയാണ് അവർ പാകിയതെന്ന് നോക്കും. ഒടുവിൽ ഒരു റിപ്പബ്ലിക് പിറന്ന ആ ചരിത്ര ദിനത്തിന്റെ പ്രാധാന്യത്തിലേക്ക് നമ്മളെത്തും. നമുക്ക് തുടങ്ങാമല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഏതൊരു വലിയ കാര്യത്തിനും ഒരു തുടക്കമുണ്ടല്ലോ. ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ കാര്യത്തിൽ അത് നമ്മുടെ ഭരണഘടനയ്ക്ക് ഔദ്യോഗികമായി ജീവൻ വെച്ച ആ നിമിഷമാണ്. നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഭരണഘടന പ്രാബല്യത്തിൽ വന്ന തീയതി. ഇത് കേൾക്കുമ്പോൾ ഒരു നിയമപരമായ വാചകം മാത്രമാണെന്ന് തോന്നാം. പക്ഷേ അങ്ങനെയല്ല. ഇതൊരു സാധാരണ തീയതിയല്ല. കാരണം അതുവരെ നമ്മളെ ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് നിയമങ്ങളെല്ലാം മാറി ഇന്ത്യ സ്വന്തം നിയമങ്ങൾ വെച്ച് മുന്നോട്ടു പോകാൻ തുടങ്ങിയ ദിവസമാണത്. ഒരു രാജ്യം പൂർണ്ണമായും ഒരു പരമാധികാര ശക്തിയായി മാറുന്ന ആ നിമിഷം. ഭരണഘടന ഉണ്ടാക്കാനുള്ള ആ വലിയ സഭ, അതായത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, അതിന്റെ പണികളൊക്കെ തുടങ്ങുന്നതിനും എത്രയോ മുൻപ് തന്നെ അതിന്റെ ഗതി നിർണ്ണയിക്കാൻ വേണ്ടി ഒരു പ്രധാനപ്പെട്ട ഗ്രൂപ്പ് അണിയറയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോ നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ളത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ വലിയ ചർച്ചകളെയും വാദങ്ങളെയും കുറിച്ചൊക്കെയാണല്ലേ. പക്ഷെ അതിനൊക്കെ ഒരുങ്ങുന്നതിനു മുമ്പ് ശരിക്കുമുള്ള ഒരുക്കങ്ങൾ നടത്തിയ ഒരു ടീമുണ്ടായിരുന്നു. 1946 ജൂലൈ 8 കോൺഗ്രസ് നിയമിച്ച ഈ വിദഗ്ധ സമിതി ഇന്ത്യയുടെ ഭരണഘടനയുടെ ആദ്യത്തെ ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയത് ഇവരായിരുന്നു. അധികമാരും ശ്രദ്ധിക്കാത്തൊരു ചരിത്രമാണിത്. ഇവിടെ കാണുന്ന പേരുകൾ വെറും ഒരു ലിസ്റ്റായിട്ട് കാണരുത്. ഇതൊരു ബ്രെയിൻ ട്രസ്റ്റ് ആയിരുന്നു എന്ന് തന്നെ പറയാം. ഒരു വശത്ത് ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ള രാഷ്ട്രീയത്തിലെ അതികായന്മാർ, മറുവശത്ത് KM മുൻഷിയെപ്പോലുള്ള നിയമപണ്ഡിതന്മാർ. ഇവരെല്ലാവരും അടങ്ങുന്ന ഒരു സംഘം. ഇവരുടെയൊക്കെ ചിന്തകളാണ് നമ്മുടെ ഭരണഘടനയുടെ ആദ്യ രൂപത്തിന് ജീവൻ കൊടുത്തത്. അപ്പോ ഇത്രയും കഴിവുറ്റ ആളുകളുള്ള ഈ കമ്മിറ്റിയുടെ ചുമതലകൾ എന്തൊക്കെയായിരുന്നു? എങ്ങനെയാണിവർ ഇത്രയും വലിയൊരു രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് അടിത്തറയിട്ടത്? നമുക്ക് അവരുടെ പ്രവർത്തനങ്ങളിലേക്ക് കുറച്ചുകൂടി അടുത്തു നോക്കാം. കേൾക്കുമ്പോൾ ചിലപ്പോൾ നിസ്സാരമായി തോന്നാം. വെറും 2 സിറ്റിംഗ്സ്, ന്യൂഡൽഹിയിലും ബോംബെയിലുമായി. പക്ഷെ അതിന്റെ ഇമ്പാക്റ്റ് ഭയങ്കര വലുതായിരുന്നു. ആ യോഗങ്ങളിലാണ് ഭരണഘടനാ നിർമ്മാണ സഭ എങ്ങനെ പ്രവർത്തിക്കണം, അതിന്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയായിരിക്കണം, ഏതൊക്കെ കമ്മിറ്റികൾ വേണം, എന്തിനേറെ നമ്മുടെ ഭരണഘടനയുടെ ആമുഖമായ ലക്ഷ്യപ്രമേയത്തിന്റെ ഒരു കരട് രൂപം വരെ അവർ തയ്യാറാക്കി. ചുരുക്കി പറഞ്ഞാൽ വരാനിരിക്കുന്ന ആ വലിയ ദൗത്യത്തിന് ഒരു കംപ്ലീറ്റ് റോഡ് മാപ്പ് ഉണ്ടാക്കുകയായിരുന്നു അവർ. ഈ കമ്മിറ്റിയുടെ പ്രാധാന്യം നമ്മൾ വെറുതെ പറയുന്നതല്ല. നോക്കൂ, ഗ്രാൻവിൽ ഓസ്റ്റിൻ ഒരു പ്രമുഖ ബ്രിട്ടീഷ് ഭരണഘടനാ വിദഗ്ധനാണ്. അദ്ദേഹം പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസ് വിദഗ്ധ സമിതിയാണ് ഇന്ത്യയെ എന്നത്തെ ഭരണഘടനയിലേക്കുള്ള വഴിയിലേക്ക് നയിച്ചത് എന്നാണ്. ഇതിലും വലിയൊരു അംഗീകാരം ഈ സമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് കിട്ടാനില്ല. ഇനി അടുത്തൊരു രസകരമായ കാര്യം, നമ്മുടെ ഭരണഘടന ഒറ്റയടിക്ക് പൂർണ്ണമായിട്ട് നിലവിൽ വന്നില്ലെന്നുള്ളതാണ്. വളരെ പ്ലാൻ ചെയ്ത് 2 ഘട്ടങ്ങളായിട്ടാണ് അത് നടപ്പിലാക്കിയത്. എന്തിനായിരുന്നു ഇങ്ങനെ 2 ഘട്ടങ്ങൾ? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു പുതിയ രാജ്യമുണ്ടാകുമ്പോൾ ചില കാര്യങ്ങൾ അടിയന്തരമായി തീരുമാനിക്കേണ്ടതുണ്ട്, അല്ലേ? ഉദാഹരണത്തിന്, ആരാണ് ഈ രാജ്യത്തെ പൗരൻ? എങ്ങനെയാണ് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടത്തുക? ഒരു താൽക്കാലിക പാർലമെന്റ് വേണ്ടേ? ഈ ചോദ്യങ്ങൾക്കൊന്നും കാത്തിരിക്കാൻ സമയമില്ല. അതുകൊണ്ട് പൗരത്വം, തെരഞ്ഞെടുപ്പ് പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ ഭരണഘടന അംഗീകരിച്ച ആ നിമിഷം തന്നെ, അതായത് നവംബർ 26, 1949 തന്നെ പ്രാബല്യത്തിൽ വന്നു. ബാക്കിയുള്ള പ്രധാന ഭാഗങ്ങൾ 1950 ജാനുവരി 26. ഇതൊരു വളരെ പ്രാക്ടിക്കലായിട്ടുള്ള നീക്കമായിരുന്നു. ഈ പട്ടിക ശരിക്കും കാണിക്കുന്നത് ഒരു വലിയ അധികാരമാറ്റമാണ്. പുതിയ ഭരണഘടന വന്നതോടെ അതുവരെ ഇന്ത്യയെ ഭരിക്കാൻ ഉപയോഗിച്ചിരുന്ന ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പോലുള്ള ബ്രിട്ടീഷ് നിയമങ്ങളെല്ലാം റദ്ദാക്കപ്പെട്ടു.
ഇത് വെറുമൊരു നിയമം മാറ്റലായിരുന്നില്ല. ഇത് കൊളോണിയൽ ഭരണത്തിന്റെ നിയമപരമായ ചങ്ങലകൾ പൊട്ടിച്ചെറിയുന്നതിന് തുല്യമായിരുന്നു. അപ്പോ എന്തുകൊണ്ടാണ് ജാനുവരി 26? വേറെ എത്രയോ തീയതികളുണ്ട്. പക്ഷെ ഈ തീയതി തെരഞ്ഞെടുത്തത് വെറുതെ ആയിരുന്നില്ല. അതിനു പിന്നിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമര ചരിത്രവുമായി വളരെ ആഴത്തിലുള്ളൊരു ബന്ധമുണ്ട്. ഈ ടൈം ലൈൻ നോക്കൂ. ഇതിലെ കണക്ഷൻ വളരെ വ്യക്തമാണ്. 1929 ഡിസംബറിൽ ലാഹോറിൽ വെച്ച് കോൺഗ്രസ് പൂർണ്ണ സ്വരാജ്, അതായത് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടു. തൊട്ടടുത്ത മാസം 1930 ജനുവരി 26 ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനമായി, പൂർണ്ണ സ്വരാജ് ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. അതൊരു പ്രതീകാത്മക പ്രഖ്യാപനമായിരുന്നു. കൃത്യം 20 വർഷങ്ങൾക്ക് ശേഷം 1950 അതേ ജാനുവരി 26 എന്ന ചരിത്രദിനം തന്നെ നമ്മുടെ ഭരണഘടന പൂർണ്ണമായി നിലവിൽ വരാൻ തെരഞ്ഞെടുത്തു. അന്നത്തെ ആ സ്വപ്നം ഒരു നിയമപരമായ യാഥാർത്ഥ്യമായി മാറിയ ദിവസം. ശരിക്കും ഒരു ചരിത്രപരമായ കാവ്യനീതിയെന്ന് തന്നെ പറയാം. അങ്ങനെ നമ്മൾ ഈ കഥയുടെ ക്ലൈമാക്സിലേക്ക് എത്തുവാണ്. നിയമപരമായ നടപടിക്രമങ്ങളും ചരിത്രപരമായ ഓർമ്മകളും ഇതെല്ലാം കൂടി ഒത്തുചേർന്ന് എങ്ങനെയാണ് ഒരു പുതിയ രാഷ്ട്രം, നമ്മുടെ പരമാധികാര റിപ്പബ്ലിക്, പിറവികൊണ്ടതെന്ന് നോക്കാം. ഈ ഭരണഘടന പ്രാബല്യത്തിൽ വന്ന തീയതി എന്ന ആ ഒരു നിമിഷം, അത് ഇന്ത്യയെ സ്വന്തം കാലിൽ നിൽക്കുന്ന, സ്വന്തം നിയമങ്ങളുള്ള ഒരു പരമാധികാര റിപ്പബ്ലിക്കാക്കി മാറ്റി. ആ നിമിഷം മുതൽ ഇന്ത്യയുടെ ഭാവി തീരുമാനിക്കാൻ മറ്റാർക്കും ഒരു അധികാരവുമില്ല. ഭരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷ് പാർലമെന്റിൽ നിന്ന് ഇന്ത്യൻ ജനതയുടെ കൈകളിലേക്ക് ഈ ഭരണഘടനയിലൂടെ പൂർണ്ണമായും കൈമാറ്റം ചെയ്യപ്പെട്ടു. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടത് നിയമങ്ങളെയും നടപടിക്രമങ്ങളെയും തീയതികളെയുമൊക്കെ കുറിച്ചാണ്. പക്ഷെ അവസാനം ഈ ഒരു ചോദ്യം ബാക്കിയാവുന്നു. ഒരു ഭരണഘടനയ്ക്ക്, ഒരു രാജ്യത്തിന് നിയമങ്ങൾ നൽകാൻ കഴിയും. പക്ഷെ എന്താണ് ആ ഭരണഘടനയ്ക്ക് ഒരു ആത്മാവ് നൽകുന്നത്? ഒരുപക്ഷെ അത് ആ നിയമങ്ങൾക്ക് ജീവൻ കൊടുക്കുന്ന നമ്മളെപ്പോലുള്ള ജനങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആയിരിക്കും, അല്ലേ? ഈ ഒരു ചിന്തയോടുകൂടി നിർത്തുന്നു. നന്ദി. നമസ്കാരം. സ്വാതന്ത്ര്യം കിട്ടിയ സമയം, ഒരു ഉപഭൂഖണ്ഡം പോലെ വലിയൊരു രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടനയുണ്ടാക്കുക, അതൊട്ടും ചെറിയൊരു കാര്യമായിരുന്നില്ല. ആ ഒരു ചരിത്ര ദൗത്യമേറ്റെടുത്ത ഭരണഘടനാ നിർമ്മാണ സഭയുടെ കഥയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള തർക്കങ്ങളുമാണ് നമ്മൾ ഇന്ന് വിശദമായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് ചോദിക്കാൻ പോകുന്ന പ്രധാന ചോദ്യം ഇതാണ്: ഇന്ത്യൻ ഭരണഘടന ശരിക്കും രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും പ്രതിനിധീകരിക്കുന്ന, അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു രേഖയാണോ? അതോ ചിലരൊക്കെ പറയുന്നതുപോലെ ഇത് വെറുമൊരു ചെറിയൊരു എലീറ്റ് ഗ്രൂപ്പിന്റെ, അതായത് കുറച്ച് ഉന്നതരുടെ മാത്രം സൃഷ്ടിയാണോ? സാധാരണ ജനങ്ങൾക്ക് ഇതിൽ ശരിക്കും എന്തെങ്കിലും പങ്കുണ്ടായിരുന്നോ? ഈ രണ്ട് വാദങ്ങളും നമുക്കൊന്ന് വിശദമായിട്ട് നോക്കിയാലോ? നമ്മുടെ ഇന്നത്തെ ഈ ഒരു യാത്രയിൽ നമ്മൾ പ്രധാനമായും 4 കാര്യങ്ങളാണ് കേട്ടോ നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ചുള്ള വിമർശനങ്ങൾ നോക്കും. പിന്നെ അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെപ്പറ്റി സംസാരിക്കും. അവസാനം ഭരണഘടനയുടെ ഔദ്യോഗിക ഹിന്ദി പരിഭാഷയുടെ അധികമാർഗം അറിയാത്ത കഥയും നമ്മൾ ചർച്ച ചെയ്യും. ഏതൊരു ബിൽഡിങ്ങിന്റെ കാര്യമെടുത്താലും അതിന്റെ ഉറപ്പ് എപ്പോഴും അതിന്റെ ഫൗണ്ടേഷനിലാണല്ലോ. അതുപോലെ തന്നെയാണ് ഭരണഘടനയുടെ കാര്യവും. അപ്പോൾ ഈ വലിയ രേഖയെക്കുറിച്ച് പഠിക്കുന്നതിന് മുൻപ് നമുക്ക് അതുണ്ടാക്കിയ ആൾക്കാരെക്കുറിച്ച്, അതായത് ആ ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ച് അറിയണം. കാരണം അതിനെപ്പറ്റി ഒരുപാട് വിവാദങ്ങൾ അന്നും ഇന്നും ഉണ്ട്. അപ്പം ഈ പറയുന്ന ഫൗണ്ടേഷനെ തന്നെ ചിലർ ചോദ്യം ചെയ്യുന്നുണ്ട്. ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് എന്തൊക്കെ വിമർശനങ്ങളാണ് നേരിടേണ്ടി വന്നത്? നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെയും ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ആരോപണം ഇതാണ്: ഈ സഭയ്ക്ക് ഇന്ത്യൻ ജനതയെ ശരിക്ക് പ്രതിനിധീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. ഇത് ശരിക്കും ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ അടിസ്ഥാനത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണല്ലേ? വിമർശകർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഈ കണക്കുകളാണ്. നോക്കൂ, അന്ന് എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം, അതായത് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസി, ഉണ്ടായിരുന്നില്ല. അതിനു പല പ്രായോഗിക ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. ശരിയായ വോട്ടർ പട്ടിക പോലും ഇല്ലായിരുന്നു. അതുകൊണ്ട് പ്രവിശ്യകളിലെ നിയമസഭാ അംഗങ്ങളാണ് സഭയിലേക്കുള്ളവരെ തിരഞ്ഞെടുത്തത്. സാധാരണ ജനങ്ങൾക്ക് ഇതിൽ നേരിട്ടൊരു പങ്കുമില്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു വിമർശനം. അടുത്തത് രണ്ടാമത്തെ പ്രധാന വിമർശനമാണ്. അതായത് ഈ സഭയ്ക്ക് സ്വന്തമായി തീരുമാനങ്ങളെടുക്കാൻ പൂർണ്ണമായ അധികാരമൊന്നും ഇല്ലായിരുന്നു. വേറൊരു രീതിയിൽ പറഞ്ഞാൽ അതൊരു പരമാധികാര സഭ അല്ലെങ്കിൽ ഒരു സോവറിൻ ബോഡിയായിരുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം ഈ സഭയുണ്ടാക്കിയത് തന്നെ ബ്രിട്ടീഷുകാരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. അവരുടെ അനുമതിയോടെയാണ് ഓരോ യോഗവും നടത്തിയിരുന്നത്. അതുകൊണ്ട് അതിന് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല എന്ന് പലരും വാദിച്ചു. എന്നാൽ ഇതൊക്കെ നിയമപരമായിട്ടേ ഉള്ളൂ എന്നും സഭ അതിന്റെ പ്രവർത്തനങ്ങളിൽ ഫുൾ ഫ്രീഡം എടുത്തിരുന്നുവെന്നും മറുവാദവും ശക്തമായി നിലനിന്നിരുന്നു. നമ്മുടെ ഭരണഘടന പൂർത്തിയാക്കാനെടുത്ത സമയം എത്രയാണെന്നറിയോ? 2 വർഷം 11 മാസം 18 ദിവസം. ഒന്നാലോചിച്ച് നോക്കൂ.
അമേരിക്കൻ ഭരണഘടനയുമായി താരതമ്യം ചെയ്താൽ അവർക്കത് തീർക്കാൻ വെറും 4 മാസം മതിയായിരുന്നു. തീർച്ചയായും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യത്തിന് ഏറ്റവും മികച്ച ഭരണഘടന ഉണ്ടാക്കാനാണ് ഇത്രയും സമയമെടുത്തത്. പക്ഷേ ഈ കാലതാമസം കാര്യക്ഷമതയില്ലായ്മയായി പലരും കണ്ടു. ഈയൊരു നീരസം ഏറ്റവും രസകരമായിട്ട് പ്രകടിപ്പിച്ചത് അസംബ്ലിയിലെ ഒരു അംഗമായ നസ്രുദ്ദീൻ അഹമ്മദാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ മെല്ലപ്പോക്കിൽ ദേഷ്യം വന്നിട്ട് അദ്ദേഹം ആ കമ്മിറ്റിക്കൊരു പേരിട്ടു, ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി. അതായത് ഒരു ലക്ഷ്യവുമില്ലാതെ ഇങ്ങനെ ഒഴുകി നടക്കുന്നൊരു കമ്മിറ്റിയെന്ന്. ഇനി 4ാമത്തെ വിമർശനം, അത് സഭയുടെ ഘടനയെക്കുറിച്ചായിരുന്നു. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഒരൊറ്റ പാർട്ടിക്കായിരുന്നു സഭയിൽ പൂർണ്ണ ആധിപത്യം. അമേരിക്കൻ ഭരണഘടനാ വിദഗ്ധനായ ഗ്രാൻവിൽ ഓസ്റ്റിന്റെ ഈയൊരു വാചകം ആ ഒരു സാഹചര്യത്തെ കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ സഭ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്, കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ, ഇതൊരു വൺ പാർട്ടി ഷോ പോലെ ആയിപ്പോയി എന്നും അതുകൊണ്ട് മറ്റു ശബ്ദങ്ങളൊന്നും അവിടെ കേട്ടില്ല എന്നും പലരും വിമർശിച്ചു. അടുത്തത് 5ാമത്തെ വിമർശനം. സഭയിലെ അംഗങ്ങളുടെ പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ടിനെക്കുറിച്ചായിരുന്നു അത്. ഭൂരിപക്ഷം പേരും ഒന്നുകിൽ വക്കീലന്മാർ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ. അപ്പോൾ കർഷകർ, തൊഴിലാളികൾ, സാധാരണക്കാർ, മറ്റു ജോലി ചെയ്യുന്നവർ, ഇവരുടെയൊക്കെ ശബ്ദം എവിടെ പോയി എന്ന ചോദ്യം സ്വാഭാവികമായും ഉയർന്നുവന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നമെന്താന്ന് വെച്ചാൽ, ഈ അഭിഭാഷകരും രാഷ്ട്രീയക്കാരും കൂടുതലായതുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന ഇത്രയും വലുതും സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതുമായ ഒന്നായി മാറിയതെന്ന് പലരും വിശ്വസിക്കുന്നു. നിയമത്തിന്റെ നൂലാമാലകളൊക്കെ സാധാരണക്കാരന് എളുപ്പത്തിൽ പിടികിട്ടില്ലല്ലോ. ആ ഒരു സംശയം അന്നു തൊട്ടേ ഉണ്ടായിരുന്നു. അവസാനത്തെ വിമർശനം, അത് സഭയുടെ മതപരമായ ഘടനയെക്കുറിച്ചായിരുന്നു. സഭയിൽ കൂടുതലും ഹിന്ദുക്കളായിരുന്നു, അതുകൊണ്ട് അതൊരു ഹിന്ദു ഭൂരിപക്ഷ സഭയായിരുന്നു എന്നായിരുന്നു പ്രധാന ആരോപണം. ലോർഡ് വിസ്കൗണ്ട് സൈമണെയും വിൻസ്റ്റൺ ചർച്ചിലിനെയും പോലെയുള്ള ബ്രിട്ടീഷുകാർ ഈയൊരു വാദത്തിന് കൂടുതൽ ശക്തി പകർന്നു. പ്രത്യേകിച്ച് ഇന്ത്യ-പാകിസ്ഥാൻ വിഭജനത്തിന്റെ മുറിവുകൾ ഉണങ്ങാത്ത ആ ഒരു സമയത്ത് ഇത് ഇന്ത്യയുടെ സെക്യുലർ സ്വഭാവത്തെക്കുറിച്ച് ലോകത്തിനു മുന്നിലൊരു ചോദ്യചിഹ്നമുണ്ടാക്കി. ഇപ്പോൾ നമ്മൾ ഒരുപാട് വിമർശനങ്ങളൊക്കെ കണ്ടു. ഇനി നമുക്ക് ഈ ഡോക്യുമെന്റിന് ജീവൻ കൊടുത്ത ആൾക്കാരെക്കുറിച്ചും അതിന്റെ പിന്നിലെ അവിശ്വസനീയമായ കരവിരുതിനെക്കുറിച്ചുമൊക്കെ സംസാരിക്കാം. കാരണം ഈ കഥ വിമർശനങ്ങളുടേത് മാത്രമല്ല, വലിയ അർപ്പണത്തിൻ്റേതു കൂടിയാണ്. നമ്മൾ ഭരണഘടന എന്ന് പറയുമ്പോൾ ഒരു അച്ചടിച്ച പുസ്തകമാണ് മനസ്സിലേക്ക് വരുന്നത്, അല്ലേ? എന്നാൽ സത്യം അതല്ല. അതൊരു അസൽ കൈയെഴുത്ത് കലാസൃഷ്ടിയാണ്. പ്രേം ബിഹാരി നറൈൻ റൈസാദ, ഈ പേരോർത്തു വെച്ചോളൂ. അദ്ദേഹമാണ് മനോഹരമായ ഇറ്റാലിക് സ്റ്റൈലിൽ നമ്മുടെ ഭരണഘടനയുടെ ആദ്യ കോപ്പി മുഴുവനായും കൈകൊണ്ട് എഴുതി തയ്യാറാക്കിയത്. ഏകദേശം 6 മാസമെടുത്താണ് അദ്ദേഹം ആ ജോലി പൂർത്തിയാക്കിയത്. ഒന്ന് ഓർത്തു നോക്കൂ, എന്തൊരു ക്ഷമയും കഴിവുമായിരിക്കും വേണ്ടതെന്ന്. പക്ഷേ റൈസാദ ഒറ്റയ്ക്കായിരുന്നില്ല. ശാന്തിനികേതനിലെ നന്ദിലാൽ ബോസിന്റെയും ബ്യോഹർ രാമനോഹർ സിൻഹയുടെയും നേതൃത്വത്തിലുള്ള ഒരു ടീം ഓരോ പേജും ഇന്ത്യൻ ചരിത്രവും സംസ്കാരവും പറയുന്ന ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചു. ഭരണഘടനയുടെ ഹിന്ദി പതിപ്പും ഇതേപോലെ കൈകൊണ്ട് എഴുതിയതാണ്. അത് ചെയ്തത് വസന്ത് കൃഷ്ണൻ വൈറ്റിയാണ്. അപ്പോൾ ഇത് വെറുമൊരു നിയമപുസ്തകമല്ല, ഒരു ആർട്ട് വർക്ക് കൂടിയായിരുന്നു. ഈ കലയുടെയൊക്കെ പിന്നിൽ ഒരു വലിയ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് സർ BN റാവു ആയിരുന്നു കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ. ഭരണഘടനയുടെ ആദ്യത്തെ ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയത് അദ്ദേഹമാണ്. അതുപോലെ HVR അയ്യങ്കാർ സെക്രട്ടറിയായിട്ടും SN മുഖർജി ചീഫ് ഡ്രാഫ്റ്റ്സ്മാനായും പ്രവർത്തിച്ചു. ഇവരെ പോലുള്ളവരുടെ കഠിനാധ്വാനമായിരുന്നു ഈ വലിയ പ്രൊജക്ടിന്റെ നട്ടെല്ല്. പക്ഷേ കഥ 1950 ജനുവരി 26 തീരുന്നില്ല കേട്ടോ. ഭരണഘടന അതിനുശേഷവും മാറിക്കൊണ്ടിരുന്നു. പ്രത്യേകിച്ച് അതിന്റെ ഭാഷയുടെ കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട മാറ്റം പിന്നെയും വന്നു. തുടക്കത്തിൽ ഭരണഘടനയ്ക്ക് ഒഫീഷ്യലായിട്ട് ഒരു ഇംഗ്ലീഷ് വേർഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഹിന്ദി ട്രാൻസ്ലേഷൻ ഉണ്ടായിരുന്നെങ്കിലും അതിന് നിയമസാധുത ഉണ്ടായിരുന്നില്ല. ഈ പ്രശ്നം പരിഹരിച്ചത് വർഷങ്ങൾക്ക് ശേഷം 1987 58ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ. ആ ഭേദഗതിയിൽ പുതുതായി ചേർത്ത ആർട്ടിക്കിൾ 394A ഹിന്ദി വേർഷനും ഇംഗ്ലീഷ് വേർഷന്റെ അതേ നിയമസാധുത നൽകാനായിട്ട് വ്യക്തമായ 3 സ്റ്റെപ്പുകൾ മുന്നോട്ടുവച്ചു. അതനുസരിച്ച് ഹിന്ദി പരിഭാഷ ഭരണഘടനയുടെ തുല്യവും ആധികാരികവുമായൊരു പതിപ്പായി മാറി. അപ്പോ അവസാനം നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു? ഒരുപാട് വിവാദങ്ങൾക്കിടയിൽ ജനിച്ച് ഒരുപാട് കലാകാരന്മാരുടെ കൈകളിലൂടെ രൂപം കൊണ്ട് ഇന്നും മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു രേഖ, നമ്മുടെ ഈ ഭരണഘടന. ഒരു രാജ്യത്തിൻ്റെ ആത്മാവിനെക്കുറിച്ച് എന്താണ് നമ്മളോട് ശരിക്കും പറയുന്നത്? അതിൻ്റെ കുറവുകളും മഹത്വമെല്ലാം ചേർന്ന ഈ കഥ നമ്മുടെയൊക്കെ യാത്രയുടെ പ്രതിഫലനം തന്നെയല്ലേ?